ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ ഞാൻ വന്നിരിക്കുന്നത്. കാരണം ദിയ കൃഷ്ണയുടെ ഡെലിവറി വ്ലോഗ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. സാറ്റർഡേ മറ്റാണ് കുട്ടി ഉണ്ടായത്. അപ്പം ഡെലിവറി വ്ലോഗ് ഇന്നലെയാണ് ഞാൻ കണ്ടത്. ഇന്നലെ ഞാൻ തോന്നുന്നു അവർ അപ്ലോഡ് ചെയ്ത്. പക്ഷേ ആദ്യം എനിക്ക് തോന്നിയത്, എന്നോട് ആരോ പറഞ്ഞു ഡെലിവറി വ്ലോഗ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര, ഞാൻ അവരൊരു സ്ഥിരം പ്രേക്ഷകയൊന്നുമല്ല. അപ്പം പക്ഷേ അതുകൊണ്ട് തന്നെ ഡെലിവറി വ്ലോഗ് വന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നിയില്ല. തന്നെയല്ല, ഡെലിവറി വ്ലോഗ് എന്ന് പറയുമ്പോൾ ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ലേബർ റൂമിലേക്ക് എല്ലാവരും കൂടെ പോകുന്നതും അത് കഴിഞ്ഞ് കുഞ്ഞ് വരുന്നതൊക്കെ കാണിക്കുള്ളൂ എന്ന് ഞാൻ കരുതിയത്. പക്ഷേ ആരോ പറഞ്ഞു ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അവർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ലേബർ റൂമിലെ എല്ലാ കാര്യങ്ങളും തന്നെ കാണിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു അസ്വസ്ഥതയാണ് തോന്നിയത്. അതായത് നമ്മൾ പ്രൈവസി ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് യൂട്യൂബിലെല്ലാം ഇങ്ങനെ ഫാമിലി വ്ളോഗേഴ്സാണ്, ഓക്കെ. പക്ഷേ എന്നാലും എല്ലാം ഇങ്ങനെ എന്തിനാണ് പബ്ലിക് ആക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നിയത്. പക്ഷേ അതിന് ശേഷം അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നൊരു 43-49 മിനിറ്റ്സ് കണ്ടുള്ളൊരു വ്ളോഗാണത്. ആ സമയം അത്രയും പോയത് ഞാൻ അറിഞ്ഞുകൂടിയില്ല. ഭയങ്കര ഒരു സന്തോഷത്തോടു കൂടിയാണ് ആ വ്ളോഗ് കണ്ടു തീർത്തത്. അതിനകത്ത് പ്രത്യേകിച്ച് അത് കാരണം അവരെ ആ ഫാമിലിയെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പോസിറ്റിവിറ്റിയുടെ ഇതുകൊണ്ടാണ് എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നത്. അപ്പം ഈ സിസ്റ്റേഴ്സ് ആയാലും പേരൻസ് ആയാലും എത്ര സപ്പോർട്ടിങ് ആണെന്നുള്ളതാണ്. ഇവർ സാധാരണ 4 പെൺകുട്ടികളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു അയ്യോ 4 പെൺകുട്ടികൾ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആ അച്ഛനും അമ്മയും മൊത്തത്തിലങ്ങ് പ്രശ്നമാണ്. പിന്നെ അവർക്കല്ല പ്രശ്നം, നാട്ടുകാർക്കാണ് പ്രശ്നം. അവരെക്കാട്ടിലും പ്രശ്നം നാട്ടുകാർക്കാണ്. അപ്പം 2 പെൺകുട്ടി തന്നെ പ്രശ്നമാണ്. അപ്പോഴാണ് 3, പിന്നെ അത് കഴിഞ്ഞിട്ട് 4 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മൊത്തത്തിലൊരു ഒരു അസഹിഷ്ണുതയുണ്ടല്ലോ നമ്മുടെ നാട്ടുകാർക്ക്. പക്ഷേ അതൊക്കെ മറികടന്ന് ഇവർ ശരിക്കും കൃഷ്ണകുമാറിൻ്റെ ജാൻസി റാണിമാരാണ് ഈ 4 പെൺകുട്ടികളെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവർക്കൊരു പ്രശ്നം വന്നാൽ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ആൺകുട്ടിയുടെയും, സാധാരണ നമ്മൾ പറയും മൂത്തതൊരു ആൺകുട്ടിയാണെങ്കിൽ പിന്നെ എല്ലാം സെറ്റാണ്, നമ്മൾ പിന്നെ ഒന്നും പേടിക്കണ്ട. അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ഒരു ഫാമിലിയിലുണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട, എല്ലാം ഓക്കെയാണെന്ന് പറയും. പക്ഷേ ഇവിടെ അവർക്കൊരു പ്രോബ്ലം ഉണ്ടായിട്ട് നമ്മൾ കണ്ടതാണ്. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലുണ്ടായ പ്രോബ്ലം അവരെത്ര ഭംഗിയായിട്ടാണ് കൈകാര്യം ചെയ്തത്, എത്ര തന്മയത്വത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ എത്ര ഇതായിട്ടാണ് കൈകാര്യം ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എനിക്ക് ആ പേരൻസിനോടാണ് ശരിക്കും ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയത് കൂടുതലായിട്ടും. ആ പേരൻസ് അവരെ വളർത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ദിയ കൃഷ്ണ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് പെയിൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അച്ഛൻ തടവുന്നുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് അത്ര ടൈഗർ ബാം വെച്ച് തടവി, അതുകൊണ്ട് ഞാൻ അത്ര അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ അച്ഛൻ ആ മക്കളെ അത്ര അറ്റാച്ച്ഡ് ആയിട്ടാണ്. ഇപ്പോൾ സാധാരണ ചിലരാണെങ്കിൽ ഒരു പെങ്കൊച്ചുണ്ടാകുമ്പോൾ തന്നെ അങ്ങ് ബാധ്യത എന്നുള്ള രീതിയിലാണ് സംസാരം. അതല്ലെങ്കിൽ അപ്പോൾ 2 ആയി 3 ആയി 4 ആകുമ്പം തീർച്ചയായിട്ടും ദൈവമേ ഇതിനെല്ലാം കൂടെ ഞാൻ എന്ത് ചെയ്യും? പക്ഷേ അങ്ങനെയുള്ളൊരു യാതൊരു അവരത്ര ബോധേഡല്ലാന്ന് തോന്നുന്നു. എന്തായാലും ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഹാപ്പിനെസ്സാണ് തോന്നിയത്. എന്തായാലും വെൽക്കം ടു ദ ന്യൂ പാരൻറ്റ്സ്, വെൽക്കം ടു ദ പാരൻ്റൽ വേൾഡ് അശ്വിൻ ആൻഡ് ദിയ, ആൻഡ് വെൽക്കം ഓമി ബേബി